ഹരിച്ചേട്ടാ, ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിവിധ അന്വേഷണ ഏജൻസികളാണ് അന്വേഷിച്ചത്. അത് വാസ്തവത്തിൽ ആ അന്വേഷണം പൂർത്തിയായി അതിനകത്ത് എന്തെങ്കിലും ഒരു തുമ്പുണ്ടായതായിട്ട് നമുക്കിപ്പോഴും പറയാൻ കഴിയില്ല. ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ അന്വേഷിച്ച CBI, ആ CBIയിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവരുടെ കണ്ടെത്തലുകളെ, CBIയുടെ കണ്ടെത്തലുകളെ ന്യായീകരിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇതെന്താണ്? ഇത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു കേസായി മാറുകയാണ്. ഈ ബാലഭാസ്കറിന്റെ മരണത്തിൽ എന്തൊക്കെയോ ദുരൂഹതകൾ തുടരുന്നുണ്ട് എന്നുള്ളതല്ലേ ഈ ഏറ്റവും ഒടുവിലത്തെ CBI വെളിപ്പെടുത്തൽ പോലും സൂചിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും പ്രശാന്ത് ചോദിച്ച ആ ചോദ്യത്തിൽ തന്നെ ഇതിനുള്ള ഒരു ഉത്തരവുണ്ട്. അതായത് ഈ കേസ് CBI ഇപ്പോൾ താൽക്കാലികമായി ക്ലോസ് ചെയ്തിരിക്കുകയും കൂടുതൽ തെളിവ് വരുമ്പോൾ അന്വേഷിക്കാമെന്ന് പറയുകയും ചെയ്യുന്നു. നമ്മൾ ഓർക്കേണ്ടത് ശ്രീ ലോകപ്രശസ്ത വയലിനിസ്റ്റായ ശ്രീ ബാലഭാസ്കറിന്റെ ദുരൂഹ മരണം സംഭവിച്ചിട്ട് 6 കൊല്ലമായി. എനിക്ക് 2018 ഒക്ടോബറിലാണ് ആ അപകടവും മരണവും ഒക്കെ സംഭവിക്കുന്നത്. അതെ, ഇന്നും ഇതിലൊരു തീർപ്പായിട്ടില്ല. ഈ അന്വേഷണ ഏജൻസികൾ വീണ്ടും വീണ്ടും ഞങ്ങൾ ചെയ്തത് ശരിയല്ലേ എന്ന് ചോദിക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താ, അവർക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്നാണ്. നമ്മൾ വീണ്ടും വീണ്ടും ഉദ്ധരിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇംഗ്ലണ്ടിലെ ലോർഡ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ലോർഡ് ഹേവാർട്ട് പറഞ്ഞതുപോലെ നീതി നടപ്പാക്കിയാൽ മാത്രം പോരാ, അത് നടപ്പാക്കിയതായിട്ട് ബോധ്യപ്പെടുത്തുകയും വേണം. ആരെ ബോധ്യപ്പെടുത്തണം? സമൂഹത്തെ. ആര് ബോധ്യപ്പെടുത്തണം? നീതി നടപ്പാക്കാൻ ചുമതലപ്പെട്ടവർ. ഇവിടെ നീതി നടപ്പാക്കാൻ അല്ലെ അന്വേഷണത്തിന് ചുമതലപ്പെട്ട ഏജൻസി അത് ചെയ്തില്ല. അവർക്കതിന് കഴിഞ്ഞില്ല. എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അത് ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചിട്ടാണ് അവര് ഈ അന്വേഷണം നടത്തിയതും അന്വേഷണം എത്തിയിരിക്കുന്ന അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത്. ഇതാണ് ഇവർക്ക് വീണ്ടും വീണ്ടും അവരെ ചെയ്തത് ശരിയാണെന്ന് വിളിച്ചു പറയേണ്ടി വരും. ഞാൻ നോക്കിയിട്ട് ഓരോ 6 മാസത്തിനിടയിലും ഈ കേസ് വീണ്ടും വീണ്ടും പൊങ്ങി വരും. ഇത് നിലയ്ക്കാത്ത ഒരു സമസ്യയാണ്. ആർക്കും ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ല. ലോക്കൽ പോലീസ്, അതുപോലെ ക്രൈംബ്രാഞ്ച്, ഏറ്റവും ഒടുവിൽ CBI. നമ്മള് സത്യത്തിൽ കേരളത്തിൽ എല്ലാവരും ഒരുവിധമൊക്കെ വിശ്വസിക്കുന്ന ഒരു ഏജൻസിയാണ് CBI. ആ CBIക്ക് പോലും ഇതിൽ എന്തൊക്കെയോ ഒളിപ്പിക്കാനുണ്ട് എന്ന് നമ്മൾക്ക് തോന്നുന്നത് അതിലെ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഈ അന്വേഷണത്തിൽ കണ്ടെത്തുന്നതുകൊണ്ടാണ്. എന്താണ് ചോദിക്കാമെന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും. ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന ഒരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ്. അതേക്കുറിച്ച് അങ്ങയ്ക്ക് ചിലതൊക്കെ പറയാൻ സാധിക്കും. മുമ്പ് പല വിവാദമായ കേസുകളും CBI അന്വേഷിച്ചിട്ടുണ്ട്. നമ്മുടെ ചാരക്കേസ് പോലെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റർ അഭയയുടെ മരണം, CBIക്ക് നേരെ വലിയ വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും CBI ഇതുപോലെ പത്രസമ്മേളനം നടത്തുകയോ പത്രക്കാർക്ക് ഇൻ്റർവ്യൂ കൊടുക്കുകയോ ഒക്കെ ചെയ്ത് അവരുടെ ഭാഗം ന്യായീകരിച്ചിട്ടില്ല. അവർ വളരെ കൃത്യമായിട്ട് തങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങളുമായിട്ട് കോടതിയെ സമീപിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ബാലഭാസ്കറിന്റെ കാര്യത്തിൽ മാത്രം അവർ നിരന്തരം അവരെ ന്യായീകരിക്കാൻ വേണ്ടി രംഗത്ത് വരുന്നു. ഇതിൽ ദുരൂഹതയില്ലേ? തീർച്ചയായിട്ടും ദുരൂഹതയുണ്ട്. കാരണം പ്രശാന്ത് പറഞ്ഞതുപോലെ ഏറ്റവും ഒടുവിൽ ഇന്നലെ ഞാൻ മാധ്യമങ്ങളിൽ വായിച്ചത് CBIയുടെ പണ്ട് കേസ് അന്വേഷിച്ച ടീം അംഗവും ഇപ്പോൾ ചെന്നൈ യൂണിറ്റിലെ ഒരു ഉദ്യോഗസ്ഥനുമായ അനന്തകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ പേര് ഉദ്ധരിച്ച് തന്നെയാണ് മാധ്യമങ്ങളിൽ ആ വാർത്ത വന്നത്. അദ്ദേഹം പറയുന്നത് ബാലഭാസ്കറിൻ്റെത് യഥാർത്ഥത്തിൽ ഒരു അപകട മരണം തന്നെയായിരുന്നു, അത് കൊലപാതകമല്ല. അതുപോലെ തന്നെ ബാലഭാസ്കറിന്റെ മാനേജരായിരുന്ന പ്രകാശൻ തമ്പി ബാലഭാസ്കറിന്റെ മരണശേഷമാണ് കള്ളക്കടത്തിലേക്ക് തിരിയുന്നത്. സത്യത്തിൽ അത് കേട്ടപ്പോൾ ആ ഒരൊറ്റ, അതായത് പ്രകാശൻ തമ്പി എന്നുള്ള വ്യക്തി സ്വർണം കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെടുന്നത് എങ്ങനെയാണ്? അല്ല, ഞാൻ ചോദിക്കുന്ന ലോകം അറിയുന്നത് എങ്ങനെയാണ്? അതറിയുന്നത് ബാലഭാസ്കറിന്റെ മരണം കഴിഞ്ഞ് ഏതാണ്ട് ഒരു 7-8 മാസം കഴിഞ്ഞപ്പോൾ പ്രകാശൻ തമ്പിയുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു റെയ്ഡ് നടക്കുന്നു. ആ റെയ്ഡിന് ശേഷമാണ് ഈ പ്രകാശൻ തമ്പിക്ക് സ്വർണ്ണ കള്ളക്കടത്തുകാരുമായിട്ടുള്ള ബന്ധം ലോകം അറിയുന്നത്. അപ്പൊ CBI ഉദ്യോഗസ്ഥൻ പറയുന്നത് ഇയാള് ബാലഭാസ്കറിന്റെ മരണശേഷം മാത്രമാണ് ഈ സ്വർണ്ണ കള്ളക്കടത്തുകാരുമായിട്ട് ബന്ധപ്പെടുന്നതെന്ന്. അത് നട്ടുരുക്കാത്ത നുണയാണെന്ന് പ്രഥമ ദൃഷ്ടിയാ തന്നെ നമുക്ക് തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു
പിന്നെ ഉന്നതനായ, അതായത് കേരളത്തിൽ എങ്ങും കേരളത്തിലും കേരളത്തിന് പുറത്തും അറിയപ്പെടുന്ന ഒരു ഗായകന്റെ മാനേജരായിട്ടിരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ മരണം കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ പോയി സ്വർണ്ണ കള്ളക്കടത്ത് സംഘത്തിൽ ചേർന്നു എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാ ഉള്ളത്? ഈ അതെ. സ്വർണ്ണ കള്ളക്കടത്ത് എന്ന് പറഞ്ഞാൽ ആർക്കും പിന്നെ വഴിയിൽ ഇങ്ങനെ ബോർഡ് എഴുതി വെച്ചിരിക്കുമോ? ഇവിടെ വേക്കൻസി ഉണ്ട്, അത് റോഡിൽ കൂടെ നടന്നു പോകുന്നു, എനിക്ക് ജോലിയില്ല, ഞാൻ അവിടെ ഒരു സ്വർണ്ണ കടത്ത് സംഘത്തിന്റെ വേക്കൻസി ഉണ്ട്, ഞാൻ ഉടനെ അങ്ങോട്ട് കയറി അവരെന്റെ പിന്നെ ആധാറും ഒക്കെ വാങ്ങിച്ച് നോക്കി ഉടനെ തന്നെ എന്നെ റിക്രൂട്ട് ചെയ്യൂ? അങ്ങനെയാണോ ഇത് നടക്കുന്നത്? ഈ ഒരു പിന്നെ അതായത് ഈ പിന്നെ പ്രകാശൻ തമ്പി എന്ന് പറയുന്ന വ്യക്തി ബാലഭാസ്കറിനെ പോലുള്ള ഒരാളുടെ മാനേജറായിട്ടിരുന്ന ഇയാൾക്ക് സമൂഹത്തിൽ മാന്യന്മാരുമായിട്ട് ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അധികാരമുള്ളവരും സ്വാധീനശേഷിയുമുള്ളവരുമായിട്ടൊക്കെ ഒരു നെറ്റ്വർക്ക് അദ്ദേഹത്തിന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം ഒരു തൊഴിലിന് വേണ്ടിയാണ് തന്റെ മുതലാളി അല്ലെ തന്റെ അന്നദാതാവ് മരിച്ചതിന് ശേഷം തൊഴിലില്ലാതെ കരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി ഉടനെ പോയിട്ട് സ്വർണ്ണക്കടത്തിൽ ചേരുവൂ? ഇതൊന്നും ഇത്തരം നുണകളാണ് യഥാർത്ഥത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാതാവും. കുറച്ചെങ്കിലും വിശ്വാസയോഗ്യമായ കള്ളം പറയാൻ പോലീസ്, ഈ അന്വേഷണ ഏജൻസികൾ, CBI എങ്കിലും അവരുടെ ഉദ്യോഗസ്ഥന്മാരെ ഒരു പഠിപ്പിക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കട്ടെ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതല്ലെങ്കിൽ നമ്മൾ വായിക്കുന്നവർക്ക് തന്നെ പുച്ഛം തോന്നും ഈ കള്ളം കേട്ടിട്ട്. അദ്ദേഹം കള്ളം പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷെ കള്ളം പറയുമ്പോൾ നമുക്ക് കേൾക്കുന്നവർക്കൊരു ഒരു ഒരു വിശ്വാസം, അത് പ്രഥമ ദൃഷ്ട്യാ കൂടുതൽ ആലോചിക്കുമ്പോൾ ഏത് കള്ളവും പിന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അവിടെ ഇതാണ് ഇതിനകത്തിലെ ഒരു വിഷയം. അപ്പൊ പ്രകാശൻ തമ്പി കള്ളക്കടത്ത് സംഘത്തിൽ ചേരുമ്പോൾ അയാളുടെ സൽപ്പേര് കളഞ്ഞുകൊണ്ടല്ലേ അയാൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ ഒരാൾ തയ്യാറാകും? അയാൾ വർഷങ്ങളായിട്ട് കള്ളക്കടത്തുമായിട്ട് അയാൾക്ക് ബന്ധമുണ്ടെങ്കിൽ മാത്രമേ അതുപോലൊരു ദുഷ്പേരുണ്ടാക്കുന്ന, റിസ്ക് ഉള്ള, അതുപോലെ ഏതു സമയം വേണമെങ്കിലും പോലീസോ മറ്റ് അന്വേഷണ ഏജൻസികളോ പിടിക്കാൻ സാധ്യതയുള്ള ഒരു ദുഷ്പ്രവൃത്തിയിലേക്ക് ഒരു മനുഷ്യൻ പോകണമെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ആ ഒരു ശീലം ഉണ്ടായിരിക്കണം, ഒരു മാനസികാവസ്ഥ ഉണ്ടായിരിക്കണം. പലപ്പോഴും എനിക്ക് CBIയുടെ ഈ പറയുന്ന CBI മാത്രമല്ല മറ്റ് അന്വേഷണ ഏജൻസികളുടെയും വിശദീകരണം കേട്ടിട്ട് നമ്മൾ അവരെ സംശയിക്കുന്നത്, അവർ മിണ്ടാതിരുന്നാൽ ഒരുപക്ഷെ നമ്മൾ സംശയിക്കത്തില്ല. നമ്മൾ സംശയിക്കുന്നത് ഇതുപോലുള്ള ചില പിന്നെ യോജിപ്പിക്കാൻ പറ്റാത്ത, വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പറയുന്നതുകൊണ്ടാണ്. അതിൽ ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറയാം, പറഞ്ഞിട്ട് ഉവ്വ്. പ്രശാന്ത് ചോദിച്ചോളൂ. അതായത് CBI അതുപോലെ നിരന്തരം, CBI മാത്രമല്ല മറ്റ് അന്വേഷണ ഏജൻസികളും നിരന്തരം സംശയം ഉന്നയിച്ചിരുന്ന ഒരു വിഷയം, ഈ പിന്നെ കലാഭവൻ ഷോബി എന്ന ഒരു വ്യക്തി സാക്ഷി പറയാൻ വരുന്നു. ഈ അപകടം താൻ കണ്ടെന്നും ഇത് ഇതിൽ ദുരൂഹതയുണ്ടെന്നും തനിക്ക് അതിനെക്കുറിച്ച് ചില വിശദീകരണം തരാനുണ്ടെന്നും. സത്യം പറഞ്ഞാൽ ഒരു അപകടം കണ്ടിട്ട് സാക്ഷി പറയാൻ കേരളത്തിൽ എത്ര പേര് വരും? നമ്മൾ കണക്കെടുത്ത് നോക്കിയാൽ മതി. പല അപകടങ്ങൾ കണ്ടാലും പല കണ്ടവർ പോലും സാക്ഷി പറയാൻ പറ്റില്ല. കാരണം പോലീസ് സ്റ്റേഷൻ വീണ്ടും വീണ്ടും പോലീസ് വിളിപ്പിക്കുമ്പോൾ വിശ്വസിക്കുക, അതല്ലെങ്കിൽ കോടതിയിൽ കയറി ഇറങ്ങുക, ഇതിനൊന്നും തയ്യാറല്ലാത്ത ഒരു സമൂഹമാണ് കേരളം. അങ്ങനത്തെ ഒരു സമൂഹത്തിൽ ഒരു വ്യക്തി മുന്നോട്ട് വന്നിട്ട് പറയുകയാണ്, ഞാൻ ഈ അപകടം കണ്ടു, ഇതിന്റെ ദുരൂഹത ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ കേസിൽ കൊടുക്കാൻ നോക്കുക, അദ്ദേഹത്തിനെതിരെ അപവാദങ്ങൾ ഉന്നയിക്കുക, എന്നിട്ട് കോടതി അത് തള്ളിക്കളഞ്ഞു. ഞാൻ പറയുന്ന അതാണ് CBI ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ ഷോബിക്ക് ഇതിൽ സ്ഥാപിത താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ CBI പുറത്തുവിടണം. തെളിവുകൾ പുറത്തുവിടട്ടെ. തെളിവുകൾ പുറത്തുവിട്ടതിന് ശേഷം മാത്രം ഇയാളെ കുറിച്ച് ആരോപണം ഉന്നയിക്കാം. അതല്ലാതെ ഈ ഒരു സാക്ഷിക്ക് നേരെ ആരോപണം ഉന്നയിക്കുന്നത് അത് ഒരു സമൂഹത്തിന്റെ തന്നെ പിന്നെ സാക്ഷി പറയാനുള്ള സന്നദ്ധതയെ നശിപ്പിക്കുകയാണ് ഈ ഒരൊറ്റ കേസിലൂടെ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഈ ബാലഭാസ്കർ കേസ് എന്ന് പറയുന്നത് ശരിക്കും ഈ അതിന്റെ ഒരു പ്രത്യേകത ഞാൻ കാണുന്നത്, കേരള അന്വേഷണ ഏജൻസികളിലും സമൂഹത്തിനുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞോ അറിയാതെയോ അവർ ചെയ്തത്. അല്ലെങ്കിൽ അവർ ചെയ്തതിന്റെ ഫലം അങ്ങനെയായി വരികയാണ്. അവര് ആരുടെയും പിന്നെ പാവകളല്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ഇന്നും താല്പര്യം. കാരണം അങ്ങനെ ഞാൻ വിശ്വസിച്ചാൽ നാളെ ഞാനും നിങ്ങളും എങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കും? ഞാനും നിങ്ങളും എങ്ങനെ CBI പോലുള്ള ഒരു ഏജൻസിയിൽ വിശ്വസിക്കും? അപ്പോ നമ്മുടെ ഈ വ്യവസ്ഥയെ തന്നെ അവിശ്വാസം ജനിപ്പിക്കാനുള്ള ശ്രമമല്ലേ അവിടെ നടത്തുന്നത്? ഇതാണ് എനിക്ക് ഇതിനകത്തുള്ള ഈ ഉദ്യോഗസ്ഥന്മാരോട് എനിക്ക് തോന്നുന്ന ഒരു വിഷയം. കാരണം പ്രാഥമികമായിട്ട് പോലുമുള്ള വിശ്വാസയോഗ്യമല്ലാത്ത കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. അതായത് ഒരാള് 7 മാസം കൊണ്ട് എൻഫോഴ്സ്മെന്റ് ഒരു വീട്ടിൽ കയറി റെയ്ഡ് ചെയ്യണമെങ്കിൽ അയാൾ തികഞ്ഞ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും. സാധാരണ കുറ്റവാളികളുടെ ഒന്നും വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഏജൻസിക്ക് പോകാൻ സമയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ അത്ര വലിയ കുറ്റകൃത്യം നടത്തിയ ഒരാൾ, അതും ഒരു പാട്ടുകാരനെ ഒരു ദിവസം കൊണ്ട് അങ്ങനെ ചെയ്യില്ല. രണ്ടാമത്തേത്,
സാക്ഷി പറയാൻ ഒരാൾ വരുമ്പോൾ ആ ആള് അയാള് പറഞ്ഞത് കള്ളമാണെങ്കിൽ അയാൾക്ക് സ്ഥാപിത താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ തെളിവ് പുറത്തുവിട്ടെ, ഇയാൾക്കെതിരെ കോടതിയിൽ കേസ് കൊടുത്ത് കോടതി അത് തെളിയിക്കട്ടെ. ഇതൊന്നും പറയാതെ ഒരു വ്യക്തിക്ക് നേരെ അടച്ചാക്ഷേപിക്കും. എന്നിട്ട് നമ്മൾ സംശയം ചോദിച്ചാൽ അല്ല നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വരുവാണ്, അന്വേഷണമൊക്കെ ഞങ്ങൾക്കറിയാം, എന്നാ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട, കൂടുതൽ പഠിപ്പിക്കാൻ വന്ന നിന്നെ കേസ് ചാർജ് ചെയ്ത് അകത്തിടും. ഈ രീതിയിലാണ് ഈ അന്വേഷണ ഏജൻസികൾ പെരുമാറുന്നത്. ഇതൊരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചല്ല. ഇതും സംശയങ്ങൾ ആളിക്കത്തിക്കുന്നു. ഞാൻ ഒരു വസ്തുതയും കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഈ അടുത്ത കാലത്ത് അതുവരെ സംസാരിക്കുന്ന ബാലഭാസ്കറിന്റെ ഭാര്യ പത്രസമ്മേളനം നടത്തുന്നു. പത്രസമ്മേളനം നടത്തുമ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം അത് കേട്ട എല്ലാവർക്കും സംശയം ഉണ്ടായി. അതായത് പ്രകാശൻ തമ്പിയുടെ കൈവശം ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ബാലഭാസ്കറിന്റെ പേഴ്സും മൊബൈൽ ഫോണും ഉണ്ടായി. എന്നിട്ട് തമ്പിയോട് അത് ചോദിക്കുമ്പോൾ, അതായത് ബാലഭാസ്കറിന്റെ മദറിലോ അമ്മായിയമ്മ അത് ചോദിക്കുമ്പോൾ അയാൾ പറയുന്ന പേഴ്സ് ഞാൻ തിരിച്ചു തരാം, മൊബൈൽ കുറച്ച് ദിവസത്തോടെ എൻ്റെ കയ്യിലിരിക്കട്ടെ. അല്ല, എന്നിട്ട് ഭാര്യ പറയുന്നു അതിലെന്താണ് തെറ്റ്, അയാളുടെ കയ്യിലിരിക്കട്ടെ, ഞങ്ങളും വിചാരിച്ചു. ഇത് എന്ത് ലോകം, ഇതെന്ത് വെള്ളരിക്കാപ്പട്ടണമാണ്. ഇപ്പം നിങ്ങളുടെ പ്രശാന്തിന്റെ മൊബൈൽ ഫോൺ മറ്റൊരാളുടെ കൈവശം വെച്ചുകൊണ്ട് പ്രശാന്ത് അനുവദിക്കും? എന്റെ മൊബൈൽ ഫോൺ മറ്റൊരാളുടെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ അനുവദിക്കില്ലല്ലോ. ഈ മൊബൈൽ ഫോണിലല്ലേ എല്ലാ രേഖകളും ഉള്ളത്. അവസാനമായി ബാലഭാസ്കർ ആരോട് സംസാരിച്ചു? അദ്ദേഹത്തിന്റെ ചാറ്റുകൾ, വാട്സാപ്പ് ചാറ്റുകൾ, അദ്ദേഹത്തിന്റെ മൊബൈലിലെ അതുപോലെ ഫോട്ടോകൾ, അത് നിരവധി, ഒരു വലിയൊരു രഹസ്യ പേടകമല്ലേ. അതെന്തുകൊണ്ടാണ് പോലീസ് അത് എടുത്ത് എന്തുകൊണ്ടാണ് അന്വേഷിക്കാതിരുന്നത്? അതൊരു ഫോറൻസിക് പരിശോധനയ്ക്ക് എന്തുകൊണ്ടാണ് വിധേയമാക്കാതിരുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഈ വീണ്ടും വീണ്ടും ഈ അന്വേഷണ ഏജൻസികളും അതുപോലെ തന്നെ പലരും സംശയത്തിന്റെ നിഴലിലാകുന്നത് ഈ ഒരേ ഒരു കാര്യമാണ്. ഈ നട്ടാൽ കുരുക്കാത്ത നുണകൾ പറഞ്ഞ് പൊതുജനത്തെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവർ കൂടുതൽ കുരുക്കിലേക്ക് പോകും. ഇതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ബാലിശമായ പ്രസ്താവനകളുമായിട്ട് സ്വന്തം വിശ്വാസ്യത അത് നശിപ്പിക്കുകയാണ് ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ. CBIയും ഇപ്പോൾ അതിൽ നിന്ന് മുക്തമല്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും ഈ കേസ് തുടക്കം തൊട്ട് അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം ഇതിനകത്ത് എന്തൊക്കെയോ ഒളിക്കാനുണ്ടായിരുന്നു എന്നാണ് ഇത്തരം സംഭവങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നത്. നമുക്ക് ഇവിടെ അന്വേഷണ ഏജൻസികളെ വിശ്വസിക്കണോ വേണ്ടയോ എന്നുപോലുമുള്ള ആശയക്കുഴപ്പത്തിലാണ് സാധാരണ ജനം. ബാലഭാസ്കറിൻ്റെ കേസ് അതിനൊരു വലിയ എന്താ പറയണ്ടേ, ആ തരത്തിൽ ആൾക്കാരെ ആശയക്കുഴപ്പത്തിലാക്കാൻ മാത്രമേ ഉപകരിച്ചിട്ടുള്ളൂ. ഇനിയെങ്കിലും അന്വേഷണ ഏജൻസികൾ ഇക്കാര്യം സത്യസന്ധമായിട്ട് അന്വേഷിച്ച് വ്യക്തമായ തെളിവുകളോടുകൂടി അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ നീതി നടപ്പാക്കിയാൽ മാത്രം പോരാ, അത് നടപ്പാക്കിയെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക കൂടി വേണം. ആ ഒരു ചിന്താഗതിയോടുകൂടി അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് വരട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. നന്ദി.